ആരും അനങ്ങി പോരുത്. മര്യാദയ്ക്ക് സീറ്റിൽ തന്നെ ഇരിക്കുക, ഇല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടും. ഞാൻ ഷൂട്ട് ചെയ്യും. രാഹുൽജി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയേക്കുവാണ്. RSSനെയും BJPയും പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പപ്പു മോൻദ പറഞ്ഞിരിക്കുക. ഗുജറാത്തിലെ മൊദാസയിൽ നടന്ന ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പുതിയ മണ്ടത്തരം രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞേക്കുന്നത്. എന്താ കഥയെന്നല്ലേ? അദ്ദേഹം കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനുള്ള പദ്ധതികൾ വിശദീകരിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പറഞ്ഞതെല്ലാം മണ്ടത്തരമാണ്. നടത്തിയ വിശദീകരണങ്ങൾ എത്രമാത്രം കഴമ്പുണ്ടെന്നുള്ളത് റീചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗുജറാത്തിൽ തന്റെ പാർട്ടി പ്രവർത്തകർ നിരാശരാണെന്ന് ഗാന്ധി സമ്മതിച്ചു. പക്ഷേ അത് ഉടൻ മാറുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. എങ്ങനെ, എവിടെന്ന്? ആ ഉറപ്പ് വെറും പഴഞ്ചാക്കായിട്ട് മാത്രമേ നിലനിൽക്കൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്നും ഗുജറാത്തിൽ ഞങ്ങൾ ആ ദൗത്യം നിറവേറ്റുമെന്നും നിങ്ങൾക്ക് ഉറപ്പ് നൽകാനാണ് ഞാൻ വന്നതെന്നുമാണ് പപ്പു മോൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഗുജറാത്തിൽ നമ്മൾ നിരാശരായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ BJPയെ തകർത്ത് തിരിച്ചു പിടിക്കും. നടന്നത് തന്നെ. രാജ്യത്തിന്റെ സമ്പത്ത് ഏതാനും കോടീശ്വരന്മാരുടെ കയ്യിൽ കേന്ദ്രീകരിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് രാഹുൽജി പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ ED അന്വേഷണത്തോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ വായടച്ച് മിണ്ടാതിരിക്കുകയല്ലാതെ വേറെ നിവർത്തിയോ എന്നുള്ള നമ്മുടെ പപ്പു മോന്. എല്ലാരും വിളിച്ചു. തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 2-3 ശതകോടീശ്വരന്മാർക്ക് രാജ്യത്തിന്റെ വിഭവങ്ങൾ കൈമാറുന്നു. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഈ വരികളൊക്കെ ചൂണ്ടിക്കാട്ടിയത്. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്നാൽ കയ്യിലുള്ള അഴിമതിയുടെ കഥകളെല്ലാം പുറത്തു വരികയാണെങ്കിൽ രാഹുൽജി വായടച്ചിരിക്കേണ്ടി വരും. ഗുജറാത്തിൽ രാഷ്ട്രീയ യാത്ര ആരംഭിച്ച മഹാത്മാഗാന്ധിയുടെയും സർദാർ പട്ടേലിന്റെ ഉപദേശങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു. നല്ല കാര്യം, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. നമ്മുടെ പാർട്ടി ഗുജറാത്തിലെ തന്നെയാണ് ആരംഭിച്ചത്. നിങ്ങൾ ഞങ്ങൾക്ക് മഹാത്മാരായ നേതാവായ മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലിനെയും നൽകി. സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇതിൽ കൂടുതൽ ഞാൻ രാഹുൽജിയെ പറ്റി വല്ലതും പറയണോ? എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് പറയിക്കുന്നത്? നാണമാവുന്നില്ലേ താങ്കൾക്ക്? എത്ര കണ്ടാലും കിട്ടിയാലും കൊണ്ടാലും പഠിക്കില്ല. എന്താ കഥ? ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നേതൃത്വം കൊണ്ടുവരുമ്പോൾ ആദ്യം ഉള്ളതിനൊന്ന് നേരെയാക്കി കൊണ്ടുവന്ന്, എന്നിട്ട് നമുക്ക് പുതിയതിനെ ഇറക്കുമതി ചെയ്യാം. സ്വന്തം പാർട്ടിയിലെ BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തന്നെ വ്യക്തമായി പാർട്ടിയുടെ ഗുണമില്ലാത്ത പാർട്ടിയും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പോകുന്നത് രാഹുൽജി. എന്റെ പൊന്നുജി, ആദ്യം നിങ്ങളുടെ പാർട്ടിക്കിടയിലുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലേ, അതങ്ങ് ഇല്ലാതാക്കുക. ഇല്ലേ നിങ്ങളുടെ പാർട്ടിയും നിങ്ങളും ഒന്നും പച്ച പിടിക്കാൻ പോകുന്നില്ല. പച്ച മലയാളത്തിൽ ഇതിനെ അസൂയ, കുശുമ്പ് ഒക്കെ പറയും. എന്നാൽ ഇതിന് മരുന്നില്ലെന്ന് നിങ്ങൾ മറന്നു പോകരുത്. കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, ബാക്കി ഞാൻ വഴിയേ പറയാം. പുതിയ മണ്ടത്തരങ്ങളുമായി ഇനിയും രാഹുൽജി വരണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന.